വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മളെ എന്താണ് മുന്നോട്ട് നയിക്കുന്നത്? ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മെ, നമ്മുടെ കുട്ടികളെ, നമ്മളുടെ സംസ്കാരത്തെ ആരാണ് മുന്നോട്ട് നയിക്കുന്നത്? പണ്ടെങ്ങും നടപ്പിലില്ലാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായിരിക്കുകയാണ്. നമ്മളുടെ പലരുടെയും ചിന്താഗതികൾ, മൂല്യങ്ങൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നു, സോഷ്യൽ മീഡിയയാണ് നമ്മെ നയിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് ബുദ്ധിയൊന്നുമില്ല. സോഷ്യൽ മീഡിയയ്ക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവില്ല. അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മളെ എങ്ങനെ നയിക്കാൻ കഴിയും? ചിലർ പറയുന്നു, ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. മാധ്യമങ്ങൾ അതിനാൽ തന്നെ നിർജീവമാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധം നമുക്ക് ലഭിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ അറിയേണ്ടത് നമ്മൾ ആരാലാണ് നയിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളിലൊന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം മുഴുവനായി എടുത്ത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അതായത്, ഈശോയാണ് നമ്മുടെ ഇടയൻ. നമ്മളെ നയിക്കേണ്ടത് യേശുവാണ്. 2 സഹസ്രാബ്ദങ്ങളായി ഈ ലോകത്തിൽ വ്യത്യസ്ത മേഖലകളിലായി, സ്ഥലങ്ങളിലായി, രാജ്യങ്ങളിലായി, സംസ്കാരങ്ങളിലായി യേശുവിൻ്റെ ശിഷ്യർ ജീവിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. ക്രൈസ്തവ സംസ്കാരം ഈ ലോകത്തിന് അനേക സംഭാവനകൾ നൽകിയിട്ടുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ക്രൈസ്തവ സംസ്കാരം വേരുപാകിയ സ്ഥലങ്ങളിലൊന്നും യേശുവിൻ്റെ ശബ്ദം അറിയാമായിരുന്ന സ്ഥലങ്ങളായിരുന്നില്ല. സാമ്രാജ്യങ്ങളിൽ യേശുവിൻ്റെ സ്വരം ശക്തി പ്രാപിച്ചു, സാമ്രാജ്യങ്ങളെ നയിച്ചു, ദേശങ്ങളെ നയിച്ചു, സംസ്കാരങ്ങളെ നയിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ എന്തേ ഇന്ന് നമ്മുടെ ഒരു ചെറിയ കുടുംബത്തെ കർത്താവ് നയിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല? പ്രിയമുള്ളവർ, ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. യേശുവാണ് നമ്മുടെ ഇടയനെങ്കിൽ, കർത്താവാണ് നമ്മുടെ ഇടയനെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനാൽ നയിക്കപ്പെടാതെ നമ്മൾ എങ്ങനെയാണ് മറ്റ് പലരുടെയും ആശയങ്ങളാൽ നയിക്കപ്പെടുന്നത്? വിശ്വാസത്തിനെതിരായ ഒരു ചർച്ച ഈ ലോകത്തിലുണ്ടായാൽ, വിശ്വാസത്തിനെതിരായ ബോധ്യങ്ങൾ പറയുന്നവർ നമ്മളെ ആകർഷിക്കുവാനും മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുവാനും അവരുടെ ദിശയിലേക്കാക്കുവാനും സാധിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് കർത്താവിൻ്റെ സ്വരം ആ സമയങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നില്ല? പ്രിയമുള്ളവരെ, അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളുടെ ഇടയനാണ്, ഈ ലോകത്തിൻ്റെ ഇടയനാണ്, നല്ല ഇടയനാണ് എന്നൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ അവൻ്റെ പിതാമഹനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതിൻ്റെ ഒരു വലിയ ഇൻ്റർപ്രറ്റേഷനാണ് കർത്താവ് ഇപ്പോൾ നമുക്ക് 10-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നൽകുന്നത്. അതിനാൽ യേശുവിൻ്റെ ആശയങ്ങളിലൂടെ, യേശുവിൻ്റെ മാർഗത്തിലൂടെ എങ്ങനെ പോകാൻ സാധിക്കും, നമ്മുടെ ഭവനങ്ങളെ എങ്ങനെ അതിലേക്ക് നയിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. 10-ാം അധ്യായം എടുക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യം, വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കള്ളൻ, ഈ കവർച്ചക്കാരൻ
അവൻ ഓടിപ്പോകും. അതായത് കർത്താവല്ലാതെ നമ്മളെ നയിക്കുന്നവൻ, കർത്താവിൻ്റെ സ്പിരിറ്റോടു കൂടി അല്ലാതെ, കർത്താവിൻ്റെ ആത്മീയതയോടു കൂടി അല്ലാതെ നമ്മളെ നയിക്കുന്നവൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്നവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളാകട്ടെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനായി ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളാകട്ടെ, ഈ സമയം ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകത്തിൽ പെരുകുന്ന പ്രതിസന്ധികൾ കാണുമ്പോൾ ആടുകളെ ഇട്ട് ഓടിപ്പോകുന്ന, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ ഇട്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രക്രിയയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ, അഥവാ ഇടയനായ യേശുവിലേക്ക് നയിക്കുവാനുള്ള പ്രക്രിയയിൽ നമ്മൾ മാറിപ്പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ വെറും കൂലിക്കാരാണ്. പ്രതിഫലത്തിന് വേണ്ടിയാണ് നയിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ കർത്താവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ കൂലിക്കാരായ വ്യക്തികളാൽ നയിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇന്ന് പ്രതിസന്ധികളെ അതിജീവിക്കാനാവാതെ നമ്മുടെ തലമുറ മാറിപ്പോകുന്നത്. ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കണമെങ്കിൽ യോഹന്നാൻ 10 എന്ന അധ്യായം നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശക്തമായി പരിശ്രമിക്കണം. ഈ അധ്യായത്തിലെ ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, യേശുവിൻ്റെ കൂടെ നിന്ന് സമൂഹത്തെ നയിക്കാൻ ആവശ്യമുള്ളവർ കൂലിക്കാരായി പോകാൻ പാടില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുവാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അവരെ തിരിച്ചറിയുക എന്നുള്ളത് അനിവാര്യമാണ്. ഈശോ ഇവിടെ പറയുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളുണ്ട്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്നാമത് യേശു പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. അപ്പോൾ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. ഈ ക്വാളിറ്റി നമ്മളിലുണ്ടോ എന്ന് ഒരു നിമിഷം ഒന്ന് പരിശോധിക്കുക. യേശുവിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലോകത്ത് നമ്മളുടെ സഭ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത്, നമ്മുടെ ജീവിതം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത്, നമ്മുടെ ഇടയനായ, നമ്മളെ മുന്നോട്ട് നയിക്കുന്നവനായ യേശു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കാൻ കഴിയുന്ന രീതിയിലാണോ നമ്മുടെ അവസ്ഥയായിരിക്കുന്നത്? ഇതാണ് നമ്മുടെ വിഷയം. അന്യരുടെ സ്വരം നമുക്ക് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്, പക്ഷേ യേശു പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇന്ന് ഈ ലോകത്ത് കാണുന്നത്, ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും തിരിച്ചറിയുന്നതും അന്യൻ്റെ സ്വരമാണ്. എന്നാൽ യേശുവിൻ്റെ സ്വരം കേൾക്കാനും തിരിച്ചറിയുവാനും സാധിക്കാത്ത ഒരവസ്ഥ. കർത്താവ് ഈ അവസ്ഥയിൽ എന്തു പറയും എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ. പ്രിയമുള്ളവരെ, ഇതിന് അറുതി വരണമെങ്കിൽ ഈ അധ്യായത്തിൻ്റെ വ്യക്തമായ ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇതെങ്ങനെ പരിശീലിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ നയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ കർത്താവ് താൻ നയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഈ അധ്യായം വളരെ വ്യക്തമായി അനേക തവണ കേൾക്കേണ്ടതുണ്ട്. അതിൽ കർത്താവ് നമുക്ക് വ്യക്തമായി തന്നിരിക്കുന്ന ഒരു കാര്യം, ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുമെന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ വചനം, യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങൾ കേൾക്കുവാനുള്ള ആഗ്രഹം ആരാണോ കാണിക്കുന്നത്, അവനാണ് കർത്താവിൻ്റെ ആട്. നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം ആരുടേതാണ്? ടെലിവിഷൻ ചാനലുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഈ ലോകത്തിലുള്ള ശബ്ദം മുഴുവൻ നമ്മളുടെ വീട്ടിൽ അനേകം മണിക്കൂറുകൾ മുഴങ്ങി കേൾക്കുകയും, എന്നാൽ പ്രാർത്ഥന കാട്ടിക്കൂട്ടിയതിന് ശേഷം അവസാനം 20 സെക്കൻഡോ 40 സെക്കൻഡോ, ഏറിയാൽ 1.5 മിനിറ്റോ കൊണ്ടോ തീരുന്ന ഒരു ബൈബിൾ പാരായണം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന യേശു ശ്രവണമാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ ഇടയനാകുന്നുവെന്ന് വലിയ അക്ഷരത്തിൽ വീട്ടിൽ എഴുതി വെച്ചിട്ടൊരു കാര്യമില്ല. ആടുകളുടെ പ്രധാനപ്പെട്ട
ഒരടയാളമായ ഇടയൻ്റെ സ്വരം കേൾക്കുവാനുള്ള സന്നദ്ധത കാണിക്കാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അപരിചിതൻ്റെ സ്വരം നമ്മൾ കേൾക്കുകയാണ്. കർത്താവ് പറയുന്നത്, എൻ്റെ സ്വരം കേൾക്കുവാൻ സന്നദ്ധത കാണിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവൻ അപരിചിതൻ്റെ സ്വരം കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഓടി അകലുവാൻ സ്വയം തയ്യാറാകുമെന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ആടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ എത്ര മണിക്കൂറാണ് അന്യരുടെ ശബ്ദം മുഴങ്ങുന്നത്? നമ്മുടെ ഭവനത്തിൽ എത്ര മണിക്കൂറാണ് കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുന്നത്? കർത്താവിനെ പറ്റി, കർത്താവിൻ്റെ ഇഷ്ടത്തെപ്പറ്റി, കർത്താവിൻ്റെ ആഗ്രഹങ്ങളെപ്പറ്റി നമ്മുടെ വീട്ടിൽ എത്ര സമയം നമ്മൾ സംസാരിക്കുന്നു? ഒരു വ്യക്തി ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ, അവൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് എത്ര പേര് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം കർത്താവിൻ്റെ വചനങ്ങളിരുന്ന് അയവിറക്കുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയ എത്ര ദൈവമക്കൾ ഇന്നുണ്ട്? പ്രിയമുള്ളവരെ, ഈ ശീലം നമ്മളിൽ ഡെവലപ്പ് ചെയ്യാത്ത കാലത്തോളം നമ്മൾ അന്യരുടെ സ്വരം ശ്രവിക്കാനും കള്ളൻ നമ്മളെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. കാര്യം കർത്താവ് പറയാണ് 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പോൾ കർത്താവിൻ്റെതല്ലാത്ത സ്വരം നിരന്തരം കേൾക്കുന്ന ഒരാൾ മോഷ്ടിക്കപ്പെടും, കൊല്ലപ്പെടും, നശിപ്പിക്കപ്പെടും. നമ്മുടെ വീട്ടിൽ വൈകുന്നേരം എത്ര മണിക്കൂറാണ് ടെലിവിഷൻ ചാനലുകളിലൂടെ ഈ ലോകത്തിൻ്റെ സംസ്കാരവും ലോകത്തിൻ്റെ ശബ്ദവും മുഴങ്ങുന്നത്? എത്ര സമയമാണ് നമ്മളുടെ അന്ധകരണത്തിൽ ദൈവത്തിൻ്റെ വചനം മുഴങ്ങുന്നത്? ഏറ്റവും പ്രധാനമാണ്. ഇനി രണ്ടാമത്തത്, ദാവീദ്, യേശുവിൻ്റെ പിതാമഹനായ ദാവീദ് നമ്മളെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. അത് ആ ബോധ്യം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മറ്റു പലരുടെയും ശബ്ദം ശ്രവിക്കുവാനായി പോകും. എന്താണ് ആ ബോധ്യം? ദാവീദ് പറയുകയാണ്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതായത് ഇന്ന് ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് എന്തിനോ വേണ്ടിയുള്ളൊരു ദാഹമാണ്. തനിക്കൊരു കുറവുണ്ട് എന്ന അസാധാരണമായ ചിന്തയാണ്. ഈ കുറവിനെ നികത്തുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാം കാണിക്കുന്നത്. ഫാഷൻ കാണിക്കുന്നതും അഭ്യാസങ്ങൾ കാണിക്കുന്നതും എല്ലാം എൻ്റെ കുറവ് നികത്തപ്പെടുന്നു എന്ന പ്രതീതി ഉളവാക്കാനാണ്. അതുകൊണ്ടാണ് കർത്താവ് സമരിയാക്കാരിയായ സ്ത്രീയോട് പറയുന്നത്, നിനക്കിനി ദാഹിക്കത്തില്ല, ഞാൻ തരുന്ന വെള്ളം നീ കുടിക്കുകയാണെങ്കിൽ. അവൾ എന്തിനോ വേണ്ടി ദാഹിക്കുന്നു. യഥാർത്ഥത്തിൽ അവളുടെ ഉള്ളിൽ എന്തിനോ വേണ്ടിയുള്ള ഒരു ആഗ്രഹം അടങ്ങാതെ കിടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാതെ അവൾ ചെന്ന് പെടുന്നതായിരുന്നു അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും. എന്നാൽ കർത്താവ് ഇടയനാണെന്ന് മനസ്സിലാക്കിയവൻ തിരിച്ചറിയുന്നൊരു വലിയ സത്യമുണ്ട്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നോ? ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു സംഭവം നമുക്കെടുക്കാം. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ദാവീദിലേക്കൊന്ന് നോക്കുക. ദാവീദിൽ കുറവുകളാണുള്ളത്. ഒന്നാമത്, ദാവീദിന് പൊക്കമില്ല. രണ്ടാമത്, ദാവീദിന് അവിടെയുള്ള ഒരു പടച്ചട്ട ഇടാൻ പറ്റുന്നില്ല. മൂന്നാമത്, ദാവീദിൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല. ദാവീദിൻ്റെ കയ്യിൽ ആകെ ഉള്ളത് കല്ലാണ്. ആ കല്ല് അടിക്കുവാനുള്ള തെറ്റാലിയാണ്. പ്രിയമുള്ളവരെ, നിറയെ കുറവുകളോടെ നിൽക്കുന്ന ദാവീദ് പറയാണ്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ദാവീദിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല ദാവീദിന് കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളം. ദാവീദിൻ്റെ കൂടെ ആരുണ്ടെന്നുള്ളതാണ്. ദാവീദിൻ്റെ കൂടെ കർത്താവ് ഉള്ളതിനാൽ, ഇടയനായ കർത്താവ് ഉള്ളതിനാൽ അവൻ്റെ കയ്യിലുള്ളത് മതി അവന് ജയിക്കാൻ. അതാണ് സത്യം. അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അവന് ജയിക്കാൻ പറ്റും. പിന്നെ അവൻ എന്താണ് കുറവുള്ളതായി തോന്നുവാൻ സാധ്യത? അവനത് മതി.
അത് മതി വിജയിക്കാനെന്ന് അവൻ തിരിച്ചറിയുകയാണ്. അവന് പടച്ചട്ട വേണ്ട, ആയുധം വേണ്ട, അവൻ്റെ ജീവിതത്തിൽ ഉയരം വേണ്ട, അവനൊന്നും വേണ്ട, അവന് വലിയ പ്രായം വേണ്ട, എല്ലാം കുറവുകളാണെങ്കിൽ അവൻ പറയുന്നത് കർത്താവ് കൂടെയുള്ളപ്പോൾ ഈ കുറവുകൾ മതി എനിക്ക് വിജയിക്കാൻ. കർത്താവിൻ്റെ മുൻപിൽ, ശിഷ്യന്മാരുടെ മുൻപിൽ 10,000-20,000 ആളുകൾ ഇരിക്കുകയാണ്, 5,000 പുരുഷന്മാരോളമുള്ള ഒരു വലിയ സമൂഹം ഇരിക്കുകയാണ്. ശിഷ്യന്മാർക്ക് അവിടെ കാണാൻ പറ്റുന്നത് കുറവുകളാണ്. എന്നാൽ കർത്താവ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ആ ആളുകൾ അവരുടെ കയ്യിലുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്ന 5 അപ്പവും 2 മീനും. കർത്താവ് പറഞ്ഞു അത് മതി. കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിസെപ്ഷനാണ്, തോന്നലാണ്. നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് മതി നമുക്ക് വിജയിക്കാൻ. ഇതാണ് ദാവീദ് തിരിച്ചറിയുന്നത്. ഇതാണ് യേശു നമ്മളോട് പ്രസംഗിക്കുന്നത്. ആ 5 അപ്പം ഒരു കുറവായി ആളുകൾക്ക് തോന്നുമ്പോൾ യേശു അതൊരു മതി, അത് ഒരു തികവായി കാണുകയാണ്. അതിൽ നിന്നും അത്ഭുതം സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഇന്നും നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് ഇടയനാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ എന്ത് കുറവുകളുണ്ടെന്ന് നമുക്ക് തോന്നിയാലും, എന്ത് പോരായ്മകളുണ്ടെന്ന് തോന്നിയാലും, ഇതൊന്നും ഒരു പോരായ്മയല്ല. കാരണം കർത്താവ് എൻ്റെ ഇടയനാണെങ്കിൽ എനിക്കുള്ളത് മതി എനിക്ക് വിജയിച്ചു വരാൻ. കാരണം വിജയം നൽകുന്ന യോദ്ധാവ് കർത്താവാണ്. കർത്താവാണ് എന്നെ നയിക്കുന്നത്. കർത്താവ് പറയുന്നത് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. എൻ്റെ കർത്താവാണ് എനിക്ക് വേണ്ടി സഹിക്കുക. എൻ്റെ കർത്താവാണ് എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുക. കർത്താവ് എനിക്ക് വേണ്ടി നിലകൊള്ളും എന്നതിനാൽ എൻ്റെ കുറവുകൾ എനിക്ക് വിജയത്തിന് കാരണമാകും. കർത്താവ് എൻ്റെ കൂടെ നായകനായി ഇടയനായി ഉള്ളതിനാൽ എൻ്റെ കുറവുകൾ എനിക്ക് തികവായി അനുഭവപ്പെടും, വിജയിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മളിവിടെ കാണുകയാണ് 10-ാം അധ്യായത്തിൽ തന്നെ. എൻ്റെ ജീവിതത്തിൽ ട്രെയിനിങ്ങുകളുടെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിശീലനങ്ങളുടെ ഭാഗമായോ ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുമ്പോൾ അതിനു മുമ്പ് ഞാൻ വായിക്കുന്ന ഈ വചനം എന്നെ വളരെയധികം സ്പർശിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല, അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയുംക്കാൾ വലിയവനാണ്, പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ വചനം ആഴമായി കുറച്ചധികം സമയം ഞാൻ വായിക്കും. ഞാൻ മനസ്സിലേറ്റു പറയും. ഞാൻ പറയും, എൻ്റെ യേശുവിൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ പിടിച്ചെടുക്കാൻ ഈ വായിക്കുന്ന ഒന്നിനും, ഞാൻ ഈ പഠിക്കേണ്ടി വരുന്ന ഒന്നിനും, ഞാൻ ഈ കടന്നു പോകേണ്ടി വരുന്ന ഒന്നിനും സാധിക്കുകയില്ല. ഞാൻ ഇവയെ കീഴടക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവയെക്കുറിച്ച് പഠിക്കുന്നത്. അല്ലാതെ എന്നെ വലിച്ചുകൊണ്ട് യേശുവിൽ നിന്ന് കൊണ്ടുപോകുവാനായിട്ട് ഇതിനൊരിക്കലും സാധിക്കുകയില്ല. കർത്താവിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ വചനം ആവർത്തിച്ച് പറയും. ആരും എന്നെ എൻ്റെ പിതാവിൽ നിന്ന് പിടിച്ചെടുക്കുകയില്ല. എൻ്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവനാണ്. ഞാൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ്. എന്നെ പിതാവിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കില്ല. ഈ ധ്യാനം നമ്മൾ നടത്തിയാൽ, ഈ ധ്യാനത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ, കർത്താവ് നമ്മുടെ ഇടയനാണെന്നും പിതാവായ ദൈവം നമ്മളെ സ്വന്തമാക്കി സൂക്ഷിച്ചിരിക്കുകയാണെന്നും പിതാവാണ് യേശുവിന് നമ്മളെ കൊടുത്തിരിക്കുന്നതെന്നും പിതാവ് എല്ലാവരെക്കാളും വലിയവനാണെന്നും പിതാവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ ആരും പിടിച്ചെടുക്കുകയില്ലെന്നും നമ്മളോടോ തന്നെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ, ഈ സ്വരം നമ്മൾ യഥാർത്ഥത്തിൽ പലതവണ ശ്രവിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ കർത്താവിൻ്റെ ആടുകൾ എന്ന ആ പ്രത്യേകമായ കാറ്റഗറിയിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളിത് പഠിപ്പിക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയേണ്ടത്, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളോട് തന്നെ പറയേണ്ടത്, നമ്മുടെ തലമുറയോട് പറയേണ്ടത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. രണ്ട്, കർത്താവ് ആഗ്രഹിക്കുന്നത്
നമുക്ക് കർത്താവ് തന്നിട്ടുള്ളതെല്ലാം നമ്മുടെ വിജയത്തിന് സഫിഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മൂന്നാമത് കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ കൈകളിൽ നിന്നും ഇങ്ങനെ ഒരാടായിത്തീരുന്ന നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല എന്ന സത്യമാണ്. ഇത് നമ്മളോട് തന്നെ പറയുകയും ഈ സ്വരം നമ്മൾ നിരന്തരം ശ്രവിക്കുകയും ചെയ്താൽ കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മളുടെ മുൻപിലേക്ക് വരുമ്പോൾ നമുക്കതൊരു ഡിസേൺമെൻ്റായി അനുഭവപ്പെടാൻ തുടങ്ങും. നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാമിനെ കർത്താവ് വിളിക്കുന്ന സമയത്ത് അബ്രഹാമിന് ഈ ലോകത്തിലുള്ള അനേകരുടെ ശബ്ദം കേട്ടിട്ടുണ്ടാകണം. അനേകർ അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ടാകണം, നീ ചെയ്യുന്നത് മണ്ടത്തരമാണ്, നീ പോകുന്നത് ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്തേക്കാണ്, നീ എവിടെയാണ് പോകുന്നത്. എന്നാൽ അബ്രഹാം തന്നെ നയിക്കുന്നവനായ ഇടയനായ കർത്താവിൻ്റെ സ്വരം കേൾക്കുകയാണ്. ഈജിപ്തിലെ ജോസഫിൻ്റെ ജീവിതത്തിൽ അവനെ അടിമയായി വെക്കുമ്പോഴും അവൻ്റെ ജീവിത സാഹചര്യങ്ങളോട് കടന്നു പോകുമ്പോഴും അനേകം ആളുകളും അവൻ്റെ സാഹചര്യങ്ങളും അവനോട് പറഞ്ഞിട്ടുണ്ടാകാം, കർത്താവാണോ നിന്നെ നയിക്കുന്നത്? ഈ ലോകത്തിൽ വേറെ എത്രയോ മാർഗങ്ങളിരിക്കുന്നു, നിനക്ക് ആ പോത്തിഫറിൻ്റെ ഭാര്യയുടെ പ്രീതി പിടിച്ചു പറ്റിയാൽ എന്തായിരുന്നു, നീ എന്തിനീ ജയിലിൽ വന്നു, നിനക്ക് അനേകം സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു. ഇങ്ങനെ പലതും ആളുകൾ പറയുമ്പോൾ കർത്താവിൻ്റെ സ്വരം കൃത്യമായി കേൾക്കുമായിരുന്ന ജോസഫ് സംബന്ധിച്ചിടത്തോളം അവൻ യേശുവിൻ്റെ വഴിയിലൂടെ, അല്ലെങ്കിൽ അവനെ ദൈവപിതാവിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ അവൻ തീരുമാനമെടുക്കുകയാണ്. നമ്മൾ കാണുന്നത് ഈശോ ഓരോ നിമിഷവും പറയുന്നുണ്ട്, എൻ്റെ പിതാവ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ പിതാവ് നയിക്കുന്നത് പോലെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ അറിയണം. സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ശുദ്ധ മനസാക്ഷി കാത്തു സൂക്ഷിക്കുന്നവരുടെ മനസാക്ഷിയിലൂടെ ദൈവം സംസാരിക്കും, ദൈവവചനത്തിലൂടെ കർത്താവ് സംസാരിക്കും. കൃത്യമായ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളോട് കർത്താവ് പറയുന്ന വചനം നമ്മൾ കേട്ടിരിക്കും. എന്നാൽ ആ ശീലം നമ്മളിൽ വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ളൊരു ശീലം, എനിക്കുള്ളത് എനിക്ക് മതി എന്ന് വിശ്വസിക്കുവാനുള്ളൊരു ശീലം, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ആരും തട്ടിയെടുക്കുകയില്ലെന്ന് ഉറച്ച് നമ്മളോട് തന്നെ പറയുന്നൊരു ശീലം നമ്മൾ വളർത്തിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ പിശാച് വഴിതെറ്റിക്കുന്ന, മോഷ്ടിക്കുന്ന ഒരനുഭവം ഉണ്ടാവില്ല. പ്രിയമുള്ളവർ, അതിനാൽ ഈ സമയം നല്ല ഇടയനായ ദൈവത്തിൻ്റെ നായകത്വത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ അങ്ങയുടെ ആടുകൾ. അങ്ങയുടെ സ്വരം ശ്രവിക്കുന്ന ഒരു സ്വഭാവ രീതി എനിക്ക് തരണമേ. വചനം കേൾക്കാൻ ഇഷ്ടമുള്ള, വചനം വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാക്കി എന്നെ മാറ്റണമേ. എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം എനിക്ക് മതിയായതാണ്, എൻ്റെ കർത്താവ് എനിക്ക് അനുവദിച്ചതാണ്, ഇതുകൊണ്ട് എനിക്ക് വിജയിക്കാനാകും. അതുകൊണ്ട് അമിതമായ ദുരാഗ്രഹങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി അങ്ങ് എന്നെ ഏൽപ്പിക്കുന്നത് കൊണ്ട് വിജയം വരിക്കുവാനുള്ള അഭിഷേകം എനിക്ക് തരണമേ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്നും എന്നെ ആരും തട്ടിക്കൊണ്ട് പോകുകയില്ലെന്നുമുള്ള വിശ്വാസത്താൽ എന്നെ നിറയ്ക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.